ഡിയർ ഫ്രണ്ട്സ്, ഇരുന്ന് പഠിക്കാനുള്ള മനസ്സുണ്ടാവുക, മനസ്സിനെ അതിനായി തയ്യാറാക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. മനസ്സ് തന്നെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ശത്രു. എന്തിലേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങളെ പിറകിലേക്ക് വലിച്ചു പിടിക്കുന്നത് ഈ മനസ്സാണ്. നമ്മൾ ജയിക്കണമെങ്കിൽ ഈ മനസ്സിനെ നമ്മൾ കൂടുതൽ നിയന്ത്രിക്കേണ്ടി വരും. മനസ്സിനെ നമ്മൾ എന്തിനും സജ്ജമാക്കി നിർത്തണം. നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു ടെസ്റ്റാണ് നമ്മൾക്ക് കിട്ടുന്ന എക്സാം എന്ന് പറയുന്നത്. നമ്മൾ നന്നായി അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. നമ്മൾ എപ്പോഴും നോക്കിക്കാണേണ്ടത് ഈ വിജയത്തിനെയാണ്, അതുവഴി വന്നു ചേരുന്ന വലിയ കാര്യങ്ങളെയാണ്. തോൽവികളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കരുത്. മറ്റുള്ളവർ പരീക്ഷയിൽ തോറ്റാലെന്നെ കളിയാക്കുമോ? നമ്മൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ അവിടെ വെച്ച് എൻ്റെ കുടുംബക്കാർ, എൻ്റെ ബന്ധുക്കൾ എന്നെ നാണം കെടുത്തുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള തോന്നലുകൾ തന്നെ എപ്പോഴും വരുന്നത് അപകടമാണ്. വിവരമില്ലാത്തവർ എന്തെങ്കിലും പറയട്ടെ, നമ്മുടെ കഴിവിൽ നമുക്കല്ലേ വിശ്വാസം വേണ്ടത്. ആത്മവിശ്വാസമുള്ളവന് ഒന്നിനും ഒരു പ്രശ്നമല്ല, ഒന്നിനെയും അവർ ഭയക്കുന്നുമില്ല. കാരണം അവർക്ക് ചെയ്യുവാൻ പറ്റത് മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് അവർ കാണിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരനും ഈ മനസ്സ് തന്നെയാണ്. സ്വന്തം കഴിവ് വിശ്വാസം ഇല്ലാത്തവരല്ല നമ്മൾ. നമുക്ക് കിട്ടുന്ന ഏഴു ചെറിയ അവസരങ്ങളിൽ പോലും അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവ് നേടിയവരാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ളവരാണ് നമ്മൾ. മറ്റുള്ളവർ പറയുന്ന പൊള്ളയായ വാക്കുകൾ കേൾക്കുന്നത് നമുക്ക് ഒന്നും നേടിത്തരില്ല. പക്ഷേ എന്നാലും അത്തരത്തിലുള്ള വ്യക്തികൾ നമ്മളെ കൂടുതൽ ഇങ്ങനെ പ്രലോഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവരിൽ നിന്നും അളവറ്റ ഊർജ്ജമാണ്. എന്തോരം നെഗറ്റീവുകൾ കിട്ടുന്നോ അത്രയേറെ നമുക്ക് പോസിറ്റീവായിട്ട് ഊർജ്ജം ലഭിക്കുന്നു. അങ്ങനെയായി കാണണം നമ്മൾ. തനിക്ക് വിജയം വേണം, തനിക്ക് ആ വിജയം നേടിയേ പറ്റൂ, അത് കിട്ടിയേ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയും കഷ്ടപ്പെട്ടുകൊണ്ട് നേടാൻ ഇഷ്ടമുള്ളവർക്ക് ജീവിതം വലിയ പാഠങ്ങൾ നൽകും. നമ്മൾ ഒന്നിനും ഒരു തടസ്സമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവർ പലതും പറയും. ഈ ജീവിതമെന്നത് ഒരു തിരിച്ചറിവാണ് തരുന്നത്. ആരാണ് നിങ്ങൾ? എന്തിനാണ്, അല്ലെങ്കിൽ എന്ത് നേടാനാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത്? അത് നേടിയോ? വിജയം ഉണ്ടാകുന്നത് എപ്പോഴും എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന ചിന്തയിൽ നിന്നാണ് വിജയം പോലും ഉണ്ടാകുന്നത്. ഈ വിജയത്തിന് വേണ്ടി നമ്മൾ സദാ സർവദാ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ നന്നായി പരിശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പരാജയം. നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ച് കാണിക്കുന്നത് ചലഞ്ചാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും